പൗർണമി വ്രതം അല്ലെങ്കിൽ പൗർണമി പൂജ ദേവീ പ്രീതിക്കു വേണ്ടിയാണ് ചെയ്യുന്നത്. ജ്യോതിഷപരമായ വിശ്വാസമനുസരിച്ച് ചന്ദ്രൻ ദേവിയെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ തന്നെ ദേവീ കടാക്ഷം ലഭിക്കുവാൻ ഈ ദിവസം വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. പൗർണമി ദിവസത്തിന് സവിശേഷതകൾ ഏറെ. ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അഥവാ വെളുത്തവാവ്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എതിർദിശയിൽ നിലകൊള്ളുന്നതിനാൽ ചന്ദ്രന്റെ സൂര്യപ്രകാശമേൽക്കുന്ന ഭാഗം പൂർണ്ണമായി ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു. അതായത് ചന്ദ്രന്റെ പ്രഭാവം പൂർണ്ണമായും അന്നേക്ക് ഭൂമിയിലേക്ക് ലഭിക്കുന്ന ദിനം. ചന്ദ്രദശാകാലം മെച്ചമാകാനും ജാതകത്തിലെ ചന്ദ്രന്റെ ദോഷത്തിനും പരിഹാരമാണ് പൗർണമി വ്രതം. വളരെ പവിത്രമായ ദിനമാണ് പൗർണമി. മിക്ക വെളുത്തവാവും പല പേരുകളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. എല്ലാ പൗർണമിയും സത്യനാരായണ ഉപവാസമാണ്. പരാശക്തിയുടെ ആരാധനയ്ക്ക് ഫലപ്രാപ്തി ഏറെ നൽകുന്ന ദിനമാകുന്നു പൗർണമി. ദേവീക്ഷേത്രങ്ങളിൽ ഇത് വിശേഷ ദിവസമാണ്. സുകൃതഹോമം പോലെ പല ശുഭകർമ്മങ്ങളും പൗർണമി ദിനത്തിൽ നടത്തുന്നു. പൗർണമി പൂജയുടെ ഭാഗമായി രാവിലെ കുളിച്ച് ശുദ്ധിയായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം. മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ലഹരി വസ്തുക്കൾ ഒഴിവാക്കി ഈ ദിവസം ഭഗവതിയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാകുന്നു. ഐശ്വര്യത്തിനും ദാരിദ്ര്യ ശമനത്തിനും സമാധാനത്തിനും പൗർണമി ദിവസം വീടുകളിൽ ഭഗവതിക്ക് പൂജ നടത്തുന്നത് സാധാരണമാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും മഹാലക്ഷ്മിക്കും, ദുരിതമോചനത്തിന് ദുർഗാദേവിക്കും, സംരക്ഷണത്തിനും മനോധൈര്യത്തിനും ഭദ്രകാളിക്കും, ഇഷ്ടകാര്യസാധ്യത്തിന് പാർവതീദേവിക്കും പൗർണമി പൂജ നടത്തുന്നു. വ്രതശുദ്ധിയോടെ ദേവിയെ സങ്കല്പിച്ച് വിളക്കുവച്ച് കീർത്തനങ്ങളോ സ്തോത്രങ്ങളോ പാരായണം ചെയ്യാം. നിവേദ്യം സമർപ്പിക്കുന്നവരാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പൗർണമി ഒരിക്കലായോ ഉപവാസമായോ മൗനവ്രതമായോ ആചരിക്കാറുണ്ട്. ഈ വ്രതാനുഷ്ഠാനം സർവ്വപാപങ്ങളും കഴുകിക്കളയും എന്നും ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അന്നേ ദിവസം ചെയ്യുന്ന ഹോമങ്ങൾക്കും ഇരട്ടി ഫലമാണ്. പൗർണമി ദിവസം ചന്ദ്രോദയ നേരത്ത് ചെമ്പുപാത്രത്തിൽ തേൻ ചേർത്ത പലഹാരങ്ങൾ ചന്ദ്രഭഗവാന് അർപ്പിച്ചാൽ അദ്ദേഹം തൃപ്തനായി അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു.